ഈ വരാനിരിക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും വാശിയേറിയ പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ ഏറ്റവും വലിയ ഈ തെരഞ്ഞെടുപ്പ് അവരുടെ നിലനിൽപ്പിന്റെ തന്നെ പോരാട്ടമായി മാറിക്കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ CPM-ന്റെ അവസാനത്തെ പ്രതീക്ഷ എന്ന് പറയുന്നത് കണ്ണൂർ സിംഹം കെ സുധാകരൻ തന്നെയായിരുന്നു. നമുക്കറിയാം CPM-നെതിരെ നിരന്തര സമരം നടത്തുന്ന, യുദ്ധം നടത്തുന്ന, ഒരടി പോലും പിന്നോട്ട് പോകാതെ കണ്ണൂരിൽ CPM-നോട് നേരിട്ട് കട്ടയ്ക്ക് മുട്ടി നിൽക്കുന്ന ഏക നേതാവാണ് കെ സുധാകരൻ. കോൺഗ്രസിലെ മറ്റ് നേതാക്കളൊക്കെ പലപ്പോഴും ഓടി ഒളിക്കുമ്പോഴും സുധാകരൻ നെഞ്ചി വിരിച്ച് നിൽക്കുന്നത് CPM-ന് നന്നായി അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കെ സുധാകരനെ കോൺഗ്രസ് പാർട്ടി വഞ്ചിച്ചു എന്നൊരു പ്രതീതി ഉണ്ടായപ്പോൾ CPM ക്യാമ്പ് ശരിക്കും ആഹ്ലാദത്തിലായിരുന്നു. സുധാകരൻ രംഗത്ത് വരുമെന്നും അതോടെ UDF-ന്റെ ഭരണസാധ്യത തന്നെ ഇല്ലാതാകുമെന്നും പിണറായി വിജയൻ അടക്കമുള്ള ഇടത് നേതാക്കൾ സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ എല്ലാ കണക്കുകൂട്ടലിലും തെറ്റിച്ചുകൊണ്ട് നാടകീയമായ നീക്കങ്ങൾക്കൊടുവിൽ സുധാകരനെ അന്വയിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുകയും ചെയ്തു. പിണറായിയുടെ മൂന്നാം ഭരണം വരില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എന്നൊരു കമന്റ് പറഞ്ഞതൊഴിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ സുധാകരൻ വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. എന്നാൽ മറ്റ് ചാനലുകളിൽ നൽകിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, ഇത്തവണ പിണറായി വിജയന് മൂന്നാം ഭരണം ലഭിക്കില്ല എന്ന് തന്നെ ഉറപ്പിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. ഈ പിണറായി ഭരണം അവസാനിപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സുധാകരൻ പിന്മാറിയതോടെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് CPM-നാണ്. CPM ശരിക്കും ആഗ്രഹിച്ചത് സുധാകരൻ വിഷയം ചാനലുകൾ ഇങ്ങനെ മൂപ്പിച്ച് കൊണ്ടുവരാനാണ്. കാരണം ശബരിമല അടക്കമുള്ള ജനകീയ വിഷയങ്ങൾ ചർച്ചയാകാതെ പോയി കിട്ടുമല്ലോ എന്നുള്ളതാണ് അവരുടെ കാര്യം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് അയ്യപ്പൻ്റെ പൊന്നുകെട്ട CPM നേതാക്കളെ കുറിച്ചുള്ള തങ്ങളുടെ സംഘടനകളൊക്കെയായിരുന്നു സജീവ ചർച്ചയായത്. എന്നാൽ ഇക്കുറി അത്തരമൊരു ചർച്ചയും വരാതിരിക്കാൻ അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ചർച്ച മുഴുവൻ സുധാകരനിലും കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിലും ഒതുക്കി നിർത്താനും ഒതുങ്ങി നിൽക്കാനുമാണ് അവർ ആഗ്രഹിച്ചത്. പക്ഷേ ഇനി വരുന്നത്, അല്ലെങ്കിൽ ഈ വരുന്ന ദിവസങ്ങൾ CPM-നെ സംബന്ധിച്ച് അങ്ങേയറ്റം നിർണായകമായ ദിവസങ്ങളാണ്. കാരണം പുറമേ കാണുന്നതല്ല ഉള്ളിലെ സാഹചര്യം എന്ന് പറയുന്നത്. അവരുടെ അടിത്തറയുടെ പലയിടങ്ങളിലും വലിയ ഇളക്കങ്ങൾ സംഭവിക്കുന്നു എന്ന് പറഞ്ഞതിനെ അതവർ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട്. പിണറായി വിജയൻ തന്നെ ഏഷ്യാനെറ്റ് പോലുള്ള ചർച്ചകളിൽ അല്ലെങ്കിൽ ചാനലുകളിൽ പോയി അഭിമുഖം നൽകി തൻ്റെ പ്രവർത്തികളെ ന്യായീകരിക്കേണ്ടി വരുന്നു എന്നുള്ളതും അതൊന്നും പോരാഞ്ഞ് G. സുധാകരനെയും TK ഗോവിന്ദനെയും ഒക്കെ തള്ളിപ്പറയേണ്ട ഒരു ഗതികേടിലാണ് മുഖ്യമന്ത്രി ഉള്ളത്. കണ്ണൂരിലെ ഒരു പ്രാദേശിക നേതാവായ TK ഗോവിന്ദനെ സാധാരണഗതിയിൽ പിണറായി വിജയൻ അവഗണിക്കുകയാണ് പതിവുണ്ടാകുന്നത്. പക്ഷേ ഇപ്പോൾ ശത്രു സാഹചര്യം രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. CPM-ന്റെ കോട്ടകൾ ഇളകുന്നു എന്ന് അവർക്ക് നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. മുമ്പൊരിക്കലും CPM-ന് ഇത്തരം ഒരു തിരിച്ചടി ഉണ്ടായിട്ടുമില്ല. പല CPM നേതാക്കളും മുൻ MLA-മാരും സിറ്റിംഗ് MLA-മാരും ഒക്കെ BJP-യുടെയും കോൺഗ്രസിനെയും ഒക്കെ സ്ഥാനാർത്ഥികളെ രംഗത്ത് വരുന്നത് വലിയൊരു പ്രതിസന്ധിയാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. വടക്കും തെക്കും ഒരുപോലെ CPM-ന് ശക്തമായ ഇളക്കം തട്ടിയിട്ടുമുണ്ട്. നമുക്കറിയാം CPM-ന്റെ ഏറ്റവും വലിയ കോട്ട കണ്ണൂർ തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആലപ്പുഴയും. അങ്ങനെയാണ് എപ്പോഴും കോട്ടകൾ നിലനിർത്തുന്നത്. ഈ കണ്ണൂരിലും ആലപ്പുഴയിലും ഉണ്ടായിരിക്കുന്ന ചലനങ്ങൾ പിണറായിയുടെ ഉറക്കം കെടുത്തുന്ന കാര്യം കൂടിയാണ്. നമ്മൾ ആലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ കണ്ണൂർ കഴിഞ്ഞാൽ CPM-ന് ഏറ്റവും വലിയ അടിത്തറയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് ആലപ്പുഴ. കഴിഞ്ഞ തവണ ഹരിപ്പാട് രമേശ് ചെന്നിത്തല ജയിച്ചതൊഴിച്ചാൽ ബാക്കിയെല്ലാം ഇടതിനൊപ്പം തന്നെയായിരുന്നു. എന്നാൽ ഇക്കുറി സാഹചര്യങ്ങളൊന്നും അങ്ങനെയല്ല. ചെങ്ങന്നൂർ ഒഴികെ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ഭീഷണി ഉണ്ടാകുന്നുണ്ട്. ഇതിന് പ്രധാന കാരണമായി മാറുന്നത് G. സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിക്കുന്നത് തന്നെയാണ്. സുധാകരന്റെ വരവ് സാധാരണ സഖാക്കന്മാർക്കിടയിൽ വലിയ ചലനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. CPM നേതൃത്വം സുധാകരനെ വർഗവചനം എന്തൊക്കെ വിളിച്ച് പ്രചരിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അണികൾക്കിടയിൽ യേശുന്നില്ല അല്ലെങ്കിൽ ഏൽക്കുന്നില്ല എന്നുള്ളതാണ് കാര്യമായ കാര്യം. സുധാകരൻ ജയിക്കുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്വാധീനം കാരണം കായംകുളം അടക്കമുള്ള പല മണ്ഡലങ്ങളിലും CPM-ന് വലിയ തിരിച്ചടി ഉണ്ടായേക്കാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും കരുതുന്നത്. ആലപ്പുഴയിൽ മറ്റൊരു പ്രധാന കാര്യം അവിടെ മത്സരിക്കുന്ന തോമസ് എന്ന KSU-കാരനാണ്. വലിയ രാഷ്ട്രീയ പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരാളാണ് തോമസ് എങ്കിലും അദ്ദേഹത്തിനെ അത്ര നിസ്സാരമായി കാണാൻ കഴിയില്ല. പിണറായിയുടെ ഗൺമാൻ അനിൽകുമാർ യൂണിഫോം പോലും ധരിക്കാതെ ചൂരൽ പടികൊണ്ട് അടിച്ച് പുറം പൊളിച്ച തോമസിനെ കേരളം മറന്നിട്ടുമില്ല. ആ മർദ്ദനത്തോടുള്ള വലിയൊരു പ്രതിഷേധമായിട്ടാണ് തോമസിന് അവിടെ സീറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ തോമസ് അവിടെ വലിയ ജനപിന്തുണ ഉണ്ടാക്കിയെടുക്കുന്നുമുണ്ട്. ഇതിനൊപ്പമാണ് ശോഭാ സുരേന്ദ്രൻ കൂടി വരുന്നത്. അവിടെയാണ് ശോഭാ സുരേന്ദ്രൻ നേരെ പാലക്കാട് മത്സരിക്കാനെത്തുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ വലിയ തരത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്, സജീവമായി നടക്കുന്നുണ്ട്. ഇവിടെ വലിയ തരത്തിൽ പാലക്കാട് പോലുള്ള മണ്ഡലങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ അടക്കം എത്തുമ്പോൾ അതും വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഒരു വശത്ത് BJP-യും മറുവശത്ത് കോൺഗ്രസും ഇത്രയും ശക്തമായി രംഗത്ത് വരുമ്പോൾ ആലപ്പുഴ പോലെ അതല്ലെങ്കിൽ ആലപ്പുഴ അതുപോലെ കണ്ണൂർ അതുപോലെ പാലക്കാടൊക്കെ കൈവിട്ടു പോകുമെന്നുള്ള ഭയം CPM-ന് നല്ല രീതിയിലുണ്ട്. പാലക്കാട് CPM-ന് വലിയ ഈ പറഞ്ഞ സ്വാധീനമൊന്നും ഇല്ലെങ്കിലും അവിടെയും ഇവർ വലിയ പ്രതീക്ഷകൾ വെക്കുന്നുണ്ട്. ഇത് ആലപ്പുഴയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല. കാസർഗോഡ് ജില്ലയിലെയും അതുപോലെ ചീമേനിയും കയ്യൂരും ഒക്കെ ഉൾപ്പെടുന്ന CPM-ന് ഏറ്റവും നിർണായകമായ തൃക്കരിപ്പൂരിൽ സംഭവിക്കുന്ന
സംഭവിക്കുന്നതും ഇതുപോലെയൊക്കെ തന്നെയാണ്. അവിടെ നോക്കൂ, EMS-ഉം നയനാരുമൊക്കെ മത്സരിച്ച് ജയിച്ച മണ്ണാണ് തൃക്കരിപ്പൂർ എന്ന് പറയുന്നത്. അവിടെ സന്ദീപ് വാര്യർ മത്സരിക്കാൻ എത്തുമ്പോൾ പലരും പരിഹസിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ സന്ദീപ് വാര്യർ അവിടെ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് മനുഷ്യരാണ് സന്ദീപ് വാര്യരെ സ്വീകരിക്കാൻ ഓരോ നിമിഷവും എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ സ്നേഹവും പരിഗണനയും CPM-നെ ശരിക്കും വിളറി പിടിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർ വലിയ തരത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. UDF-ന് ആദ്യമായി അവിടെ ഒരു നല്ല സ്ഥാനാർത്ഥി കിട്ടിയെന്നൊരു വികാരമാണ് കോൺഗ്രസ്സുകാർക്കുള്ളത്. അവിടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. സന്ദീപ് വാര്യർക്ക് ലഭിക്കുന്ന ആ സ്വീകരണം CPM-ന്റെ ഉറക്കം കെടുത്തുന്ന കാര്യം കൂടിയാണ്. ഇത്തരത്തിൽ ഓരോ ഇടങ്ങളിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് പാർട്ടിയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കൊല്ലം ജില്ലയിലേക്ക് വന്നാൽ ഗണേഷ് കുമാറിന്റെ സ്വന്തം തട്ടകമായ പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ പിണറായി വിജയന്റെ മരുമകനും അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ റിയാസ് ആണ് അവിടെ, അല്ലെ റിയാസ് മത്സരിക്കുന്ന മണ്ഡലമാണ് ബേപ്പൂർ. അത് CPM-ന്റെ ഉറച്ച കോട്ടയാണ്. പക്ഷേ അവിടെ പോലും PV അൻവർ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം CPM ഉറച്ചു വിശ്വസിക്കുന്ന പല മണ്ഡലങ്ങളിലും വലിയ ചലനങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ശരിക്കും ഭയപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണൂർ തന്നെയാണ്. ഒരിക്കലും UDF സ്ഥാനാർത്ഥികൾ നല്ല രീതിയിൽ മത്സരിക്കാൻ പോലും മടിച്ചിരുന്ന 2 മണ്ഡലങ്ങളാണ് പയ്യന്നൂരും തളിപ്പറമ്പും. അവിടെ UDF മിക്കവാറും ഘടകകക്ഷികൾക്ക്, അതായത് കേരള കോൺഗ്രസിനെയൊക്കെയാണ് സീറ്റ് കൊടുക്കാറുള്ളത്. വോട്ടർമാർ പോലും ഇല്ലാത്ത സമയങ്ങളിൽ അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ സീറ്റ് തേക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. ഇക്കുറി കാഞ്ഞങ്ങാട് മണ്ഡലത്തിലും ഇതേ അവസ്ഥ തന്നെയാണ്. പക്ഷേ അവിടെയാണ് ഇപ്പോൾ വലിയ ചലനങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. തളിപ്പറമ്പിലെ കാര്യം എടുത്തു നോക്കിയാൽ 30,000-ത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് മുമ്പ് CPM ജയിച്ചിരുന്നത്. MV ഗോവിന്ദൻ വന്നപ്പോൾ ആ ഭൂരിപക്ഷം പകുതിയായി കുറയുകയും ചെയ്തു. ഇപ്പോഴിതാ MV ഗോവിന്ദൻ്റെ ഭാര്യ PK ശ്യാമള സ്ഥാനാർത്ഥിയാകുമ്പോൾ തോൽവി ഭയം അവരെ വല്ലാതെ ബാധിക്കുന്നുമുണ്ട്. TK ഗോവിന്ദൻ്റെ സ്ഥാനാർത്ഥിത്വം CPM വൃത്തങ്ങളെ ശരിക്കും ഞെട്ടിച്ചിട്ടുമുണ്ട്. അധികാരമോഹമില്ലാത്ത 60 വർഷമായി പാർട്ടിക്ക് വേണ്ടി ജീവൻ മാറ്റിവെച്ച ഒരാളാണ് TK ഗോവിന്ദൻ എന്ന് പറയുന്നത്. അദ്ദേഹം 75-ാം വയസ്സിൽ മത്സരിക്കുന്നത് അധികാരത്തിനൊന്നും വേണ്ടിയല്ല, മറിച്ച് അതൊരു വലിയ പ്രതിഷേധമാണ്. താൻ MLA ആകുമെന്ന് അദ്ദേഹത്തിന് വലിയ വിശ്വാസമൊന്നും ഇല്ലെങ്കിലും തൻ്റെ മനസ്സാക്ഷിയോട് സത്യസന്ധത പുലർത്താൻ അദ്ദേഹം രംഗത്തിറങ്ങുമ്പോൾ ധാർമ്മികമായി CPM-ന് വലിയ തിരിച്ചടിയാണ് ലഭിക്കുന്നത്. മറുഭാഗത്ത് മത്സരിക്കുന്നതാകട്ടെ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയാണ്. ദീർഘകാലം പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത ഒരു സഖാവിനെ തടഞ്ഞ് ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കുമ്പോൾ അണികൾക്കിടയിൽ സ്വാഭാവികമായും ഒരു വികാരമുണ്ടാകും. തളിപ്പറമ്പിലെ സഖാക്കൾക്കിടയിൽ ഗോവിന്ദനോടുള്ള ആ ബഹുമാനം പാർട്ടി ഭയപ്പെടുത്തുന്നുമുണ്ട്, അല്ലെങ്കിൽ പാർട്ടിയെ വലിയ തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നുമുണ്ട്, ഭയപ്പെടുത്തുന്നുമുണ്ട്. TK ഗോവിന്ദന് മണ്ഡലത്തിലെ ഓരോ വ്യക്തിയുമായും വലിയ ബന്ധമാണുള്ളത്. അദ്ദേഹം നേരിട്ട് വോട്ട് ചോദിച്ചാൽ സഖാക്കൾക്ക് വോട്ട് ചെയ്യാതിരിക്കാൻ കഴിയുകയുമില്ല. പാർട്ടിയെ നന്നാക്കാൻ വേണ്ടിയാണ് താൻ മത്സരിക്കുന്നതെന്ന അദ്ദേഹത്തിൻ്റെ സന്ദേശം അണികൾ ഇതിനോടകം തന്നെ ഏറ്റെടുത്തിട്ടുമുണ്ട്. നേതാക്കന്മാർ ഭാര്യമാരെയും മക്കളെയും ഒക്കെ പ്രതിഷ്ഠിച്ചുകൊണ്ട് പാർട്ടി ഇല്ലാതാകുമ്പോൾ അതിനെതിരെ ഒരു പ്രതിഷേധം വേണമെന്നാണ് അണികൾ ചിന്തിക്കുന്നതും. ഇതിനെല്ലാം ഉപരി ആന്തൂർ സാദിന്റെ മരണം PK ശ്യാമള മൂലമാണ് എന്ന് ഗോവിന്ദൻ ഉറപ്പിച്ച് പറയുമ്പോൾ അത് വലിയൊരു ചർച്ചയാകുകയാണ്. ഗോവിന്ദനെ വർഗവഞ്ചകൻ എന്ന് വിളിച്ച് വെട്ടുവാനോ അല്ലെങ്കിൽ ആക്രമിക്കാനുള്ള ധൈര്യം ഇപ്പോൾ CPM-നില്ല. കാരണം അദ്ദേഹത്തെ ആക്രമിച്ചാൽ അത് വലിയ സഹതാപ തരംഗമായി മാറുമെന്ന് അവർക്ക് നന്നായി അറിയാം. TP ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ ഒഞ്ചിയത്ത് സംഭവിച്ചതുപോലെ ഒരു സാഹചര്യം തളിപ്പറമ്പിൽ രൂപപ്പെടുകയാണ്. PK ശ്യാമള തോൽക്കുകയും ഗോവിന്ദൻ UDF പിന്തുണ ജയിക്കുകയും ചെയ്താൽ അത് CPM-ന്റെ തകർച്ചയുടെ തുടക്കം കൂടിയായിരിക്കും. പയ്യന്നൂരിലെ അവസ്ഥയും സമാനമായ രീതിയിൽ തന്നെയാണ്. തെറ്റുതിരുത്താൻ അവസരം കിട്ടിയിട്ടും അതിന് വഴങ്ങാതിരുന്ന നേതൃത്വത്തിന് വലിയൊരു തിരിച്ചടിയാണ് അവിടെ കാത്തിരിക്കുന്നത്. പയ്യന്നൂരിൽ മധുസൂദനൻ രക്തസാക്ഷി ഫണ്ട് അടിച്ചു മാറ്റിയെന്ന് കുഞ്ഞികൃഷ്ണൻ, അതായത് കുഞ്ഞികൃഷ്ണൻ സഖാവ് പരസ്യമായി പറയുന്നുണ്ട്. കുഞ്ഞികൃഷ്ണനും അവിടെ വളരെ ജനപ്രിയനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ്. അദ്ദേഹം യുദ്ധവുമായി രംഗത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തെ അടിച്ചൊതുക്കാൻ നേതൃത്വം ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വിജയിക്കാനും സാധ്യതയില്ല. കുഞ്ഞികൃഷ്ണൻ അവിടെ മത്സരിക്കുക തന്നെയാണ്. ആ ആവേശം തളിപ്പറമ്പിലേക്കും പടർന്നു പിടിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു വശത്ത് പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനും മറുവശത്ത് തളിപ്പറമ്പിൽ TK ഗോവിന്ദനും മത്സരിക്കുമ്പോൾ സഖാക്കളുടെ വോട്ട് അവർക്ക് കിട്ടുമെന്നും പാർട്ടി കോട്ടകൾ തകർന്നുമെന്നുള്ള പേടി CPM-നെ അലട്ടുന്നുമുണ്ട്. പയ്യന്നൂരും തളിപ്പറമ്പ് തോൽക്കുക എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു ഭരണം പോകുന്നത് മാത്രമല്ല, അല്ലെങ്കിൽ ഭരണം പോകുന്നത് പോലെയുമല്ല. ഭരണം പോയാൽ പിന്നെയും പിടിച്ചു നിൽക്കാം. പക്ഷേ ഈ കോട്ടകൾ വീണാൽ CPM-ന്റെ അടിത്തറ തകർന്നു വീഴുന്നതിന് തുല്യം കൂടിയായിരിക്കും. ഇതിനൊപ്പം തൃക്കരിപ്പൂർ കൂടി നഷ്ടപ്പെട്ടാൽ പിന്നെ സഖാക്കൾ കൂട്ടത്തോടെ BJP-യിലേക്കും മറ്റു പോകുമെന്നുള്ള ആശങ്ക നേതൃത്വത്തിനുമുണ്ട്. പാർട്ടിയെ നയിക്കുന്നവർ സ്വന്തം കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് അണികൾ തിരിച്ചറിയുന്നത് വലിയൊരു അപകടം തന്നെയാണ്. തളിപ്പറമ്പ്, പയ്യന്നൂർ, തൃക്കരിപ്പൂർ, അമ്പലപ്പുഴ എന്നീ 4 കോട്ടകൾ വീണാൽ CPM ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഈ തിരിച്ചറിവാണ് ഇപ്പോൾ പാർട്ടി ശരിക്കും നിലവിളിപ്പിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വെറും ഒരു ഭരണമാറ്റത്തിനുള്ളത് മാത്രമല്ല, മറിച്ച് CPM എന്ന പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിന് കൂടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ കോട്ടകളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതി തന്നെ മാറ്റുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. ഇതുപോലെയുള്ള രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ CPM ഭരണം പോയാലും തിരിച്ചു വരുമായിരുന്നു. എന്നാൽ
കോട്ടകൾ വീഴുമ്പോൾ അത് പാർട്ടിയുടെ ആത്മാവിനെ തന്നെ ബാധിക്കുന്നത് കൂടിയാണ്. സാധാരണ പ്രവർത്തകർ കരുതുന്നത് തങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങളിൽ മറ്റാർക്കും പ്രവേശനമില്ല, അതായത് തങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങളിൽ മറ്റാർക്കും പ്രവേശിക്കാൻ സാധിക്കില്ല എന്നാണ്. എന്നാൽ സന്ദീപ് വാര്യരെ പോലെയുള്ളവർ അവിടെ സ്വീകരിക്കപ്പെടുമ്പോൾ ആ വിശ്വാസമാണ് തകർന്നു പോകുന്നത്. നേതാക്കൾ തങ്ങളുടെ മക്കൾക്കും ഭാര്യമാർക്കും വേണ്ടി സീറ്റുകൾ മാറ്റിവെക്കുമ്പോൾ സാധാരണ സഖാവ് എന്തിന് പാർട്ടിക്കായി തല്ല് വാങ്ങണമെന്ന ചോദ്യം ഇവിടെ ശക്തമായി ഉയരുന്നുണ്ട്. ഈ ചോദ്യമാണ് തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഇപ്പോൾ മുഴങ്ങിക്കേൾക്കുന്നതും. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ CPM എന്ന പ്രസ്ഥാനം കേരളത്തിൽ അപ്രസക്തമാകുമോ അതോ ഈ പ്രതിസന്ധികളെ അവർ മറികടക്കുമോ എന്ന് നോക്കിക്കാണേണ്ട സാഹചര്യം കൂടിയാണ്. പക്ഷേ നിലവിലെ സാഹചര്യം അവർക്കൊട്ടും അനുകൂലമല്ല. ഈ 4 കോട്ടകളും CPMന്റെ ഭാവി നിശ്ചയിക്കുന്നത് കൂടിയാകും. CPM ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ആശങ്ക അത് ചെറുതൊന്നുമല്ല. സ്വന്തം പാർട്ടിക്കാർ തന്നെ എതിരായി നിൽക്കുമ്പോൾ അവരെ എങ്ങനെ നേരിടും എന്നതാണ് അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യമായി ഉണ്ടാകുന്നത്. വർഗവഞ്ചകൻ എന്ന വിളിപ്പേര് കൊണ്ട് ഇനി അണികളെ പിടിച്ചു നിർത്താൻ കഴിയുകയുമില്ല. കാരണം സഖാക്കൾക്കറിയാം ആരാണ് ശരിക്കുള്ള വഞ്ചകരെന്ന്. അഴിമതിയും സ്വജനപക്ഷപാതവും നടത്തുന്ന നേതാക്കളാണോ അതോ അതിനെതിരെ ശബ്ദിക്കുന്ന മുതിർന്ന നേതാക്കളാണോ വഞ്ചകരെന്ന് ജനങ്ങൾ തീരുമാനിക്കുകയും ചെയ്യും. ആ തീരുമാനം ബാലറ്റ് പെട്ടിയിൽ വരുമ്പോൾ പിണറായി വിജയൻ്റെയും MP ഗോവിന്ദൻ്റെയും ഉറക്കം കെടുക തന്നെ ചെയ്യുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നത്. കേരള രാഷ്ട്രീയത്തിലെ ഈ വലിയ ഭൂകമ്പത്തിൻ്റെ പ്രഭാവ കേന്ദ്രം കണ്ണൂർ തന്നെയായിരിക്കും. വരും ദിവസങ്ങളിൽ നമുക്കിത് കൂടുതൽ വ്യക്തമായി കാണാനും സാധിക്കും. കേരളം ഉറ്റുനോക്കുന്ന ആ വിധി ദിനത്തിനായി നമുക്ക് കാത്തിരിക്കാനേ സാധിക്കുകയുള്ളൂ.